നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ LDC മെയിൻസ് ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിൽ കേരള ഹിസ്റ്ററിയിൽ ഒരു സെഷനാണ് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള ഹിസ്റ്ററി. അതിൽ തുടങ്ങി പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇത്രയും ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് കുറെ കൂട്ടുകാരായിട്ട് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പൊ ആ വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കേരള ഹിസ്റ്ററി എടുക്കുമ്പോൾ തുടക്കത്തിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ. അതാർക്കും ഡൗട്ട് ഇല്ല, അത് നമ്മൾ ഓൾറെഡി ഈ 2 ദിവസങ്ങളിലായിട്ട് പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ തരുന്ന ടോപ്പിക്കുകളാണ് ഇനി ഉള്ളത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം സോഷ്യൽ ആൻഡ് റിഫോം റിലീജിയസ് റിഫോം മൂവ്മെന്റ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റില് നോക്കാനുള്ളത് മെയിനായിട്ടും കേരളത്തിലെ മുന്നേറ്റങ്ങൾ, കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ അഥവാ മുന്നേറ്റങ്ങൾ. അപ്പൊ അതിൽ എന്തൊക്കെയാ വരുന്നത്? അപ്പൊ അതില് അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, ഉദയംപേരൂർ സുനഹദോസ്, കൂനൻ കുരിശ് സത്യം, പിന്നെ പഴശ്ശിയുടെ വിപ്ലവങ്ങൾ, കുണ്ടറ വിളംബരം, കുറിച്യർ ലഹള, ചാന്നാർ ലഹള, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, പുലയ ലഹള, പെരിനാട് ലഹള, മലബാർ കലാപം, അങ്ങനെ തുടങ്ങി പട്ടിണി ജാഥ, അതൊക്കെ വരുന്നത് ഏതിനകത്താണ്? കേരളത്തിലെ മുന്നേറ്റങ്ങൾ. നിങ്ങൾ കോമൺ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. ഇതിന്റെ കൂടെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതിന്റെ സ്ഥാപകർ പഠിച്ചു വെക്കുക. ഓക്കെ, നവോത്ഥാന നായകന്മാരെ ഫുള്ളായിട്ട് പഠിക്കാനല്ല പറയുന്നത്, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതിന്റെ സ്ഥാപകർ. ഉദാഹരണം പറയാം, SNDP സ്ഥാപിച്ചത് ആര്? ശ്രീനാരായണ ഗുരു. ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് ആര്? തൈക്കാട് അയ്യ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ. അപ്പൊ ആ പോർഷൻസ് ഒക്കെ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതിന്റെ സ്ഥാപകരൊക്കെ ഇവിടെയാണ് വരുന്നത്. കാരണം സോഷ്യൽ മൂവ്മെന്റ്സും ഉണ്ട്, റിലീജിയസ് റിഫോം മൂവ്മെന്റ്സും ഉണ്ട്. അപ്പൊ ആ മതനവീകരണം, റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിൽ നമ്മൾ പഠിക്കാനുള്ളത് നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതിന്റെ സ്ഥാപകരുമാണ്. ഓക്കെ, ആ ഒരു പോർഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൺഅക്കാഡമിയിൽ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ബാച്ച് കോഴ്സിന്റെ കാര്യം പറയാം. 100 ദിവസത്തെ LDC മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര്. ജൂൺ 23 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതില് 11 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത് തരുന്നത്. 11 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സ് 10% ഡിസ്കൗണ്ടോട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഇനി നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, ഈ 2 എക്സാമിനും വേണ്ടിയിട്ട് 75 ഡേയ്സ് കോഴ്സ് ദൗത്യം എന്ന പേരിൽ ജൂൺ 24 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്, 9 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും കിട്ടുന്നതാണ്. അപ്പോൾ റെഫറൽ കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രീ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ്സസ്, സ്പെഷ്യൽ ക്യൂസസ്, പിന്നെ PDF നോട്ട്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരളയാണ്. നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരളയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ പറ്റി പഠിക്കണം. ട്രാവൻകൂർ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ പറ്റി പഠിക്കണം. നിവർത്തന അജിറ്റേഷൻ, ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ, കീഴരിയൂർ ബോംബ് കേസ്, ഇതൊക്കെ നാഷണൽ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നിവർത്തന അജിറ്റേഷൻ, ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ, പിന്നെ കീഴരിയൂർ ബോംബ് കേസ്. ഈ സംഭവങ്ങൾ നമ്മൾ കേരളത്തിലെ മുന്നേറ്റങ്ങളിലും വരുന്നുണ്ട്, ഇവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് ഓർക്കുക. പിന്നെ അതുപോലെ മലബാർ ജില്ലാ കോൺഗ്രസ്, ഒരു ചോദ്യം ചോദിക്കാം. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആര്? ആ ഒരു ടൈപ്പ് ഇതിനകത്താണ് ചോദിക്കുന്നത്. ആരാണ്? ആനി ബെസന്റ്. ഓക്കെ, പിന്നെ പുന്നപ്ര വയലാർ സമരം, അതൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. പ്ലാച്ചിമട സമര നായിക ആരാണ്? മൈലമ്മയാണ്. അപ്പോൾ കേരളത്തിൽ കൊക്കക്കോള കമ്പനി പ്ലാച്ചിമടയിലായിരുന്നു. അപ്പോൾ അവിടെ നടന്ന ഒരു സമരമാണ് പ്ലാച്ചിമട സമരം, 2002. അതൊക്കെ ഇതിൽ വരും. കീഴരിയൂർ ബോംബ് കേസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ, അടുത്തത്
ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി. ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററിയില് സംഘകാല കൃതികൾ നോക്കിക്കോളാം. സംഘകാല കൃതികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെയാണ്? സംഘകാല കൃതികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത്, തിരുക്കുറൽ, തൊൽക്കാപ്പിയം, മധുരൈ കാഞ്ചി, മണിമേഖല, കമ്പരാമായണം. ഓക്കെ, ഇങ്ങനത്തെ സംഘകാല കൃതികൾ നോക്കിക്കോളാം. അതുപോലെ ഇതിന്റെ രചയിതാക്കൾ നോക്കിക്കോളാം. ഈ സംഘകാല കൃതികൾ, ഈ ഒരു പോർഷൻ ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്കും ഞാൻ ഇന്നലെ പഠിക്കാൻ തന്നൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ, 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ. അപ്പൊ അതും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക, കാരണം അതിൽ നിന്നും മൂഷക വംശകാവ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു ചാപ്റ്ററും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി പഠിക്കാം. അടുത്തത് യുണൈറ്റഡ് കേരള മൂവ്മെന്റ്. യുണൈറ്റഡ് കേരള മൂവ്മെന്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തിരുക്കൊച്ചി സംയോജനം. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949, ഡേറ്റ് ജൂലൈ 1. തിരുക്കൊച്ചി സംയോജനം. അഖില കേരള കോൺഗ്രസ് സമ്മേളനം. അഖില കേരള കോൺഗ്രസ് സമ്മേളനം. ചോദ്യം, 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം ചേർന്നത് എവിടെയാണ്? ഒറ്റപ്പാലം. അപ്പൊ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. പിന്നെ ഐക്യ കേരള കൺവെൻഷൻ, അത് നമ്മുടെ SCRT തന്നെയുണ്ട്. കേരളം ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നുണ്ട് അതൊക്കെ. ഓക്കെ, ഇനി അടുത്തത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും വേണം, സോഷ്യൽ ഹിസ്റ്ററിയും വേണം. അപ്പോൾ സോഷ്യൽ ഹിസ്റ്ററിയിൽ നിങ്ങൾ വിമോചന സമരം അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. വിമോചന സമരം. അതുപോലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി വരുമ്പം 1ാം കേരള മന്ത്രിസഭ, അതിനകത്തെ മന്ത്രിമാർ, അതിന്റെ വകുപ്പുകൾ, EMSന്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കുക, AK ഗോപാലന്റെ കൃതികൾ നോക്കുക. ഓക്കെ, EMSന്റെ കൃതി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. EMSന്റെ 1-2 കൃതികൾ പറയാം. കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരളം മലയാളികളുടെ മാതൃഭൂമി. പിന്നെ 1.25 കോടി മലയാളികൾ, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള. ഇതൊക്കെ EMSന്റെ പ്രധാന പുസ്തകങ്ങളാണ്. പിന്നെ ബേസിക് ഫാക്ട്സ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായിരുന്നത്, ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്നത്, ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്നത്, ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇങ്ങനത്തെ ബേസിക് ഫാക്ട്സും കൂടെ ഇതിനകത്ത് നോക്കാം. പിന്നെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ പിണറായി വിജയൻ മന്ത്രിസഭ നോക്കാം. പിന്നെ അതുപോലെ ഈ സമയത്ത് നടന്ന ഇപ്പൊ കേരള സഭയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞില്ലേ? പ്രഥമ ലോക കേരള സഭ ആരാ ഉദ്ഘാടനം നിർവഹിച്ചത്? പിണറായി വിജയൻ. എന്നാണ്? 2018 ജനുവരി മാസം 12. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അതാണ് കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ കുറെ പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾ അറിയാത്തവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു. റാങ്കുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി കാപ്പുങ്കൽ സാർ നയിക്കുന്ന HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകൾ ജൂൺ 23 അൺ അക്കാഡമിയിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സും നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ എല്ലാ കോഴ്സും കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് മറക്കണ്ട.